ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് അതിന്റെ കുറച്ച് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അങ്ങനത്തെ കുറച്ചൊരു റിവിഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇന്ത്യ സ്റ്റാർട്ടഡ് ഇക്കണോമിക് റിഫോംസ് ഇൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന ആൻസർ ആണ് അല്ലെ, 1991 ആണ്. ഇപ്പൊ 1991 നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നത്, LPG റിഫോംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. LPG എന്ന് പറഞ്ഞാൽ എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് ഇയർ WTO വാസ് ഫോംഡ്? WTOയുടെ ഫുൾ ഫോം ഒക്കെ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. അതെന്തായിരുന്നു? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് അല്ലെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്, നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ഫുൾ ഫോം, അതുപോലെ തന്നെ ഗാട്ടിന്റെ ഫുൾ ഫോം, ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അതൊക്കെ എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. അപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത, ഫോം ചെയ്ത എന്നാന്ന് ചോദിച്ചാൽ അത് 1995 ഓക്കെ, 1995 അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പില്ലർ ഓഫ് എക്കണോമിക് റിഫോംസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്കറിയാം എക്കണോമിക് റിഫോംസിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്നായിരുന്നു ലിബറലൈസേഷൻ, രണ്ടാമത് പ്രൈവറ്റൈസേഷൻ, മൂന്നാമത് ഗ്ലോബലൈസേഷൻ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് എ പില്ലർ ആണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് നാഷണലൈസേഷൻ ആണ്. നാഷണലൈസേഷൻ LPG റിഫോംസിനകത്ത് വരുന്നതല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ എന്നുള്ളതാണ്. ഇത് മുമ്പേ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ, വേറൊരു പാറ്റേണിൽ ചോദിച്ചതാണ്. പ്രൈവറ്റൈസേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇറ്റ്സ് എ പില്ലർ ഓഫ് എക്കണോമിക് റിഫോംസ്. നാഷണലൈസേഷൻ ഒരു പില്ലർ അല്ല. ലിബറലൈസേഷൻ ആണ്, ഗ്ലോബലൈസേഷൻ ആണ്. സോ നാഷണലൈസേഷൻ ആണ് ഇവിടെയും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, ഓഡ് വൺ ആവുന്നത്. അടുത്തതാണ് BPO എന്ന് പറയുന്നത്. BPOയുടെ ഫുൾ ഫോം ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യുമെന്ന്. ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ചില കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പുറത്തുള്ള രാജ്യങ്ങൾ വളരെ ചീപ്പായിട്ടുള്ള എന്താണ് റേറ്റിന് ജോലി എടുക്കുന്ന, എന്നാൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള രാജ്യങ്ങളിൽ നിന്നായിരിക്കും അവർ തരത്തിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ അത്രയാണ് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട്. ഇനി നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 2 മാർക്ക് ആവുമ്പോൾ അത്യാവശ്യം നിങ്ങൾ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 പേജ് ഒന്നും എഴുതി വെക്കരുത്. ഒരു 3 to 4 സെന്റൻസ് എഴുതി ആൻസർ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പോയിന്റ് ഔട്ട് മേജർ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഹൈ ഗ്രോത്ത് ഓഫ് സർവീസ് സെക്ടർ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് തന്നെ ഇക്കാര്യമാണ്. അതായത് ഇന്ത്യയിൽ GDP ഗ്രോത്ത് വളരെ പെട്ടെന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ട് കൂടിയെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായത് ഏത് സെക്ടറിനാണെന്ന് നമ്മൾ പഠിച്ചു. അത് സർവീസ് സെക്ടറിനാണ് അല്ലെ. അത് സർവീസ് സെക്ടറിനാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ സർവീസ് സെക്ടറിന് ഒരുപാട് എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിനനുസരിച്ച് എംപ്ലോയ്മെന്റ് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. എന്നാൽ അഗ്രികൾച്ചർ സെക്ടർ ആയിരുന്നു ഏറ്റവും കുറവുണ്ടായിരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു മീഡിയം പാത്തിലാണ് നമ്മൾ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ സെക്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നമ്മളെടുത്ത് ചോദിക്കുന്നത് സർവീസ് സെക്ടർ എങ്ങനെ ഇത്ര വേഗം വളർന്നു എന്നുള്ളതിന്റെ ഒരു റീസൺ ആണ്. അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതായത് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഗ്രോത്ത് റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലൊന്നും എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്തിട്ടില്ല, അതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും ലിബറലൈസേഷനും അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷനും ഇത് രണ്ടും വന്നപ്പോഴാണ് മേജർ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ സർവീസ് സെക്ടർ വളർന്നേന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും സർവീസ് സെക്ടർ ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പഠിച്ചതാണ്. FDIയും അതുപോലെ തന്നെ FIIയും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഫോറിൻ കമ്പനി അല്ലെങ്കിൽ ഒരു ഫോറിൻ നാഷണൽ ആയിട്ടുള്ള ഒരാൾ, അതായത് ഒരു വിദേശി നമ്മുടെ രാജ്യത്തിന്റെ പല പല സെക്ടറുകൾ അല്ലെ, ഇപ്പൊ അത് പ്രൈമറി ആവാം, സെക്കൻഡറി ആവാം, ടെറിഷറി ആവാം, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ് ആവുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ, ഷെയർ മാർക്കറ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നുകൂടെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതെടുത്തൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ്? ഇത് നമ്മൾ പഠിച്ചതാണ്. അതായത് ഗവൺമെന്റിന്റെ ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനി ഉണ്ട്, ആ കമ്പനിയെ വേറെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു ഭാഗം സെയിൽ ചെയ്യുകയാണെങ്കിൽ, വിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗവൺമെന്റിന്റെ ആ ഒരു ഇപ്പൊ ഒരു കമ്പനി, ഗവൺമെന്റിന്റെ കീഴിൽ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പബ്ലിക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ഒക്കെ സെയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് നോക്കുക. WTO was founded in 1995 as successor organization of GATT. ഇത് GATT എന്നാണ്, GATT. ഓക്കെ, അപ്പൊ GATT, അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇയറും ചോദിച്ചതാണ്. അപ്പൊ ഇയറും അതുപോലെ തന്നെ GATTും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് എന്നുള്ളതാണ് ഈ GATTിന്റെ ഫുൾ ഫോം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ സൈൻഡ് NEP in 1991. അതും കറക്റ്റ് ആണ്, നമ്മൾ പഠിച്ചു. NEP വന്നത് എന്നാണ്? NEP എന്ന് പറഞ്ഞാൽ ന്യൂ ഇക്കണോമിക് പോളിസി. ചിലപ്പോൾ നമ്മുടെ അടുത്ത് ന്യൂ ഇക്കണോമിക് റിഫോംസ് എന്ന് ചോദിക്കും, അല്ലെ LPG റിഫോംസ് എന്ന് ചോദിക്കും. ഇതെല്ലാം ഒരേ കാര്യമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫുൾ ഫോം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോ IBRD നമുക്കറിയാം അല്ലെ, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വേൾഡ് ബാങ്കിന്റെ അനദർ ആയിട്ടുള്ള ഒരു പേരാണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. FII നമ്മൾ പഠിച്ചു, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് അറിയാം. IMF എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. അതുപോലെ GATT എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഈ GATT മാറിയിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത് WTO ആവുന്നത് കേട്ടോ. WTOയുടെ എന്താണ് പഴയ പേരാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സക്സസ് നമ്മൾ മുന്നേ ഉള്ള ഒരാളായിട്ട് പിൻഗാമിയായിട്ടൊക്കെ പറയുന്ന ആളാണ് GATT എന്ന് പറയുന്നത്, ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫുൾ ഫോം ചോദിക്കും. അപ്പം ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വളരെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ WTO തന്നെ എന്താണെന്ന് ചോദിക്കാം. അപ്പം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പൊ അത്രയാണ് നമുക്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻസിൽ ഇതുവരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യനിലേക്കാണ് പോകാനുള്ളത്. അപ്പൊ 3 മാർക്ക് ക്വസ്റ്റ്യനിൽ വരുമ്പോ മാച്ച് ദ ഫോളോയിങ് ആണ് ഫസ്റ്റ് വരുന്നത്. മാച്ച് ദ ഫോളോയിങ് ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ GATT വന്നിട്ടുള്ളത് നമുക്കറിയാം 1995 അല്ലെ. സോറി 1995 ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ GATT വന്നിട്ടുള്ളത് എന്നാണ് 1948 അല്ലെ. 1940 ജനറൽ എഗ്രിമെന്റ് ഓഫ് താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്നത് വന്നിട്ടുള്ളത് 1948 എക്കണോമിക് റിഫോംസ് വന്നിട്ടുള്ളത് 1991 WTO വന്നിട്ടുള്ളത് 1995 ആണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ GATT വന്നിട്ടുള്ളത് 1948 അത് പിന്നീട് WTO ആയിട്ട് മാറുന്നതാണ് 1995 എന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഹാസ് പെർഫോം പുവർലി ഡ്യൂറിംഗ് റിഫോം പീരീഡ് ജസ്റ്റിഫൈ. അപ്പൊ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 6 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എഴുതണം, എന്നാൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഇൻഡസ്ട്രിയൽ സെക്ടർ വളരെ പുവറായിട്ടാണ് പെർഫോം ചെയ്തതെന്ന് നമുക്കറിയാം എക്കണോമിക് റിഫോംസിന്റെ പീരീഡില്. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് വളരെ മോശമായിട്ട് പെർഫോം ചെയ്തു? അതിന് നമ്മളൊരു വേർഡ് ഉപയോഗിച്ചായിരുന്നു, ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ മേ ബി അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഫ്ലക്ച്വേറ്റിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചേഞ്ചിങ് എന്നുള്ള മീനിങ് ആണെന്ന്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ടേജ് ഉണ്ടായി, റോ മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ് ഉണ്ടായി. ഇപ്പൊ ഇത് രണ്ടും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലെ. ഇപ്പൊ നല്ല ഇലക്ട്രിസിറ്റി പവർ വേണം, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ലോക്കൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ നന്നായിട്ട് ബാധിച്ചു. നമ്മളൊരു കാര്യം പറഞ്ഞു, ഈ ഗ്ലോബലൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് പുറത്തുനിന്നുള്ള ചീപ്പർ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഇന്ത്യയിലകത്തേക്ക് വരാൻ തുടങ്ങി അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള എന്താണ് ഇപ്പം ഞാൻ അന്ന് ചൈനയുടെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു. ഇപ്പൊ ചൈനയിൽ നിന്നുള്ള ഒരുപാട് സാധനങ്ങൾ വളരെ വിലക്കുറവില് ബൾക്കായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഓൾറെഡി ഉള്ള ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് ഭയങ്കര തട്ടുകേടാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം. ഓക്കെ, അപ്പൊ അതും ഒരു പ്രശ്നമാണ്. ഇനി അടുത്ത അത് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പറയാം. പിന്നെ വേറെയും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പൊ ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള പോളിസീസ് ഒക്കെ ഭയങ്കര കുറവാണ് കൊണ്ടുവന്നത്, അങ്ങനത്തെ ഉള്ള പോയിന്റ്സ് ഒക്കെ എഴുതാം. ഓക്കെ, ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പോയിന്റ്സ് കൊടുത്തതാണ്.
അടുത്തതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4. NEP ഹാസ് ഇമ്പാക്ട് ഓൺ പോവർട്ടി, ഡു യു എഗ്രി, സബ്സ്റ്റാൻഷിയേറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഡു യു എഗ്രി എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് യെസ് ഓർ നോ ആണ്. ഇപ്പൊ നിങ്ങൾ അതോട്ട് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ നാഷണൽ എക്കണോമിക് പോളിസി, ന്യൂ എക്കണോമിക് പോളിസി വന്നപ്പോ അത് പോവർട്ടി ഇമ്പാക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ അത് യോജിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം ഈ NEPക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമ്മുടെ പോവർട്ടി കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല. പകരം എന്താണ്, അത് പോവർട്ടി എന്ന് പറയുന്ന ഇഷ്യൂവിനെ കൂടുതൽ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തതെന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് അത് ലോജിക്കലി തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുവറിനെ ബെനിഫിറ്റ് ചെയ്യുന്ന പല പോളിസികളും ഈ ഒരു സമയത്ത് ഇല്ലാതാവുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഒക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് കൂടുതൽ ഫോക്കസ് കൊടുക്കാത്ത, അല്ലെ, നമ്മളിപ്പം മറ്റേ അഗ്രികൾച്ചർ ലേബേഴ്സിന്റെ കേസൊക്കെ പറഞ്ഞപ്പോ സബ്സിഡി ഒക്കെ എടുത്ത് കളഞ്ഞു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതൊക്കെ ഈ ആൾക്കാരുടെ ലൈഫിനെ കൂടുതൽ കൂടുതൽ പുവർ ആക്കുകയാണ് ചെയ്തത്, കൂടുതൽ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്, അല്ലെ. അതുപോലെ തന്നെ സാധനങ്ങളുടെ വില കൂടുന്നതും അതൊക്കെ നമുക്ക് ഈ പറയുന്നത് പോലെ എന്താണ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയാണ്. അപ്പം ഈ ഇവിടെ ഓളാണ് ഈ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണ് നമ്മുടെ പോവർട്ടി കൂടുന്നതിനായിട്ട് കാരണമാവാണ്. പിന്നെ നമുക്കറിയാമല്ലേ, സർവീസും അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറും തമ്മിലുള്ള ഒരു വൈഡ് ഗ്യാപ്പ്, അൺഎംപ്ലോയ്മെന്റ് അങ്ങനെ തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആർക്കും കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ പോവർട്ടി ഒരു രീതിയിൽ അല്ലെ മറ്റൊരു രീതിയിൽ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അറ്റ് പ്രസന്റ് ഹൗ മെനി ഇൻഡസ്ട്രീസ് ആർ റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ ഇൻ ഇന്ത്യ, വിച്ച് ആർ ദേ? അപ്പൊ നമുക്കറിയാം ഈ ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് മിക്കവാറും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടായിരുന്ന പല ഇൻഡസ്ട്രികളും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന്റെ കയ്യിലേക്ക് പോകുന്നുണ്ട്. അപ്പോ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് ഇങ്ങനെ പോകുന്നെങ്കിലും അവർ ചില ഇൻഡസ്ട്രികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ നിലനിർത്തുന്നുണ്ട്. അപ്പൊ അതിന് എക്സാമ്പിളുകളാണ് നമ്മൾ ഈ പറയുന്ന അറ്റോമിക് എനർജി, അതുപോലെ തന്നെ എന്താണ് മിനറൽസ്, ചില അറ്റോമിക് എനർജിയുടെ കീഴിൽ വരുന്ന മിനറൽസ്, നമ്മുടെ റെയിൽവേ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പൊ പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള, അപ്പൊ മിക്കവാറും എല്ലാ സാധനങ്ങളും ഇപ്പോ പ്രൈവറ്റിനും ഓണർഷിപ്പ് ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്നാൽ പോലും ഗവൺമെന്റ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന അറ്റോമിക് എനർജി, അതുപോലെ അറ്റോമിക് എനർജിയുടെ കീഴിൽ വരുന്ന മിനറൽസ്, റെയിൽ ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അടുത്തതാണ് മെൻഷൻ ദ മോണിറ്ററി റിഫോംസ് അണ്ടർ ന്യൂ എക്കണോമിക് പോളിസി. ന്യൂ എക്കണോമിക് പോളിസിയുടെ കീഴിൽ കൊണ്ടുവന്ന ഫിനാൻഷ്യൽ റിഫോമുകൾ അല്ലെങ്കിൽ മോണിറ്ററി റിഫോംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഡയറക്ട്ലി എടുത്ത് പറയുന്നില്ല. ഇപ്പൊ RBIയുടെ കേസൊക്കെ, ഇപ്പൊ ഫിനാൻഷ്യൽ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് RBIയുടെ കേസൊക്കെ പറയാം. ഇതിപ്പോ അങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊന്നും എടുത്ത് പറയുന്നില്ല. എങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക, നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തെ മൊത്തം അടിച്ചു തൂത്തെടുക്കുന്നുണ്ട്, അല്ലെ. ഇപ്പൊ RBI നേരത്തെ ഒരു റെഗുലേറ്റർ ആണെങ്കിൽ ഇപ്പൊ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറുകയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നതിന്റെ കാര്യങ്ങൾ, അതുപോലെ ലിക്വിഡിറ്റി റേഷ്യോ കുറയ്ക്കുന്നത്, ബാങ്കിങ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഇംപ്രൂവ്മെന്റ്, അതുപോലെ ബാങ്കുകൾക്ക് കൂടുതൽ ഫ്രീഡം. ഇപ്പൊ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ SBIക്ക് ഒരു ബ്രാഞ്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് RBIയുടെ പെർമിഷൻ എടുക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അബോളിഷൻ ഓഫ് ഡയറക്ട് ക്രെഡിറ്റ് പ്രോഗ്രാം, ഇങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ ഡയറക്ട്ലി മെൻഷൻ ചെയ്യുന്നതും ബാക്കി ഇവര് തന്നെ നമുക്ക് തരുന്ന കുറച്ച് പോയിന്റ്സും ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡു യു തിങ്ക് ദാറ്റ് നവരത്ന പോളിസി ഓഫ് ദ ഗവൺമെന്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിംഗ് ദ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഇൻ ഇന്ത്യ, സബ്സ്റ്റാൻഷിയേറ്റ്? ഇപ്പൊ നമ്മൾ നവരത്ന, മഹാരത്ന, മിനിരത്ന എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മഹാരത്നയാണ് ഏറ്റവും വലുത്, പിന്നെ നവരത്ന, പിന്നെ മിനിരത്ന, ഇങ്ങനത്തെ ഈ കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പൊ ഈ നവരത്ന പോളിസി, ഗവൺമെന്റിന്റെ നവരത്ന പോളിസി പല PSUകളെയും, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിനെയും ഇന്ത്യയിലെ ബെറ്റർ ആക്കി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് യോജിക്കുന്നുണ്ടെങ്കിൽ അത് യോജിക്കുന്നുണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഇപ്പൊ 1996 നമ്മൾ ഈ പറയുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട്, കാരണം അന്ന് ലിബറൽ ആയല്ലോ, അപ്പം നമ്മുടെ ഗവൺമെന്റ് ലിബറലായി, എക്കോണമി ലിബറലായി, അപ്പോ കൂടുതൽ ഈ പറയുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവർ 9 PSUകളെ എന്ത് ചെയ്യുന്നുണ്ട്, നവരത്നാസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. നവരത്നാസ് ആയിട്ട് കേട്ടോ, 9 PSUകളെയാണ് അവര് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ, അതായത് ഗവൺമെന്റിന്റെ കൺട്രോളിൽ നിന്ന് അവരെ ഇറക്കി അവർക്ക് കൂടുതൽ ഓട്ടോണമി കൊടുക്കുക, അതായത് അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ. കൂടുതൽ ഫ്രീഡം കിട്ടുന്നു, അപ്പൊ അവർ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ അവർക്ക് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് പറ്റും. പിന്നെ എക്സ്ട്രാ ഒരു 97 വേറെ കുറച്ച് ചെറിയ ചെറിയ എന്റർപ്രൈസുകൾക്കായിട്ട് മിനിരത്ന സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട്.
അതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്, അവർക്ക് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, അവരെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനികൾക്ക് ഈ സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ അവർ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം ഈ ഗവൺമെന്റിന് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അതായത് ഈ കമ്പനികൾ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആവുകയല്ലേ, അപ്പൊ അവർക്ക് ഈ പറയുന്നത് പോലെ മാർക്കറ്റിൽ ഇടപെടാനും അതുപോലെ തന്നെ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ പറ്റുമ്പോൾ അവർ കുറച്ചുകൂടെ എന്ത് ചെയ്യും, അവർ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. അപ്പൊ ഇതാണ് ആക്ച്വലി നവരത്നാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നവരത്ന പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റില് ഇതിനെക്കുറിച്ച് ഒരു വലിയ ബോക്സ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട. അതിനകത്ത് പ്രധാനമായിട്ട് നവരത്നയിൽ വരുന്ന കമ്പനികളുടെ പേര്, മഹാരത്നയിൽ വരുന്ന പേരുകള്, അതുപോലെ മിനിരത്ന, അതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സിൽ. ഈ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തതാണ് നമുക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കുറച്ചുകൂടെ കാര്യമായിട്ട് എഴുതാനുണ്ടായിരിക്കും, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കണം. അപ്പൊ അടുത്തത് നമുക്ക് അത് നോക്കാം. അപ്പൊ 4 മാർക്കിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ആണ്. അപ്പൊ ONGC ഇസ് നവരത്ന കമ്പനി എന്നാണ് പറയുന്നത്. അപ്പം ONGC തീർച്ചയായിട്ടും ഇതാണ് കേട്ടോ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു നവരത്ന കമ്പനിയാണ്. അപ്പൊ നമ്മൾ 9 PSUകളെയാണ് ആദ്യം 1996 നവരത്ന സ്റ്റാറ്റസ് കൊടുക്കുന്നത്. അതിലൊന്നാണ് ONGC. ഇനി അടുത്ത പറയുന്നത് കോട്ട എന്ന് പറയുന്നത് നോൺ ടാരിഫ് ബാരിയർ ആണെന്നാണ് പറയുന്നത്. നമുക്കറിയാം താരിഫ് അല്ലെ, താരിഫ് എന്ന് പറയുമ്പോൾ ടാക്സ് ഓൺ ഇമ്പോർട്ട്സ് ആണ്, ഇമ്പോർട്ടിന് മേലെ നമ്മൾ ചുമത്തുന്ന നികുതിയാണ്. എന്നാൽ ഇതല്ലാതെ ഈ താരിഫ് കൊടുക്കാതെ നമുക്കൊരു രാജ്യത്തിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവരുടെ ട്രേഡ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് കോട്ട എന്ന് പറയുന്നത്. കോട്ട എന്ന് പറയുമ്പോൾ എത്രമാത്രം സാധനം ഒരു രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ലിമിറ്റ് വെക്കുന്നതിനെയാണ് നമ്മൾ കോട്ട എന്ന് പറയുന്നത്. അല്ലെ, ഞാൻ സ്പോർട്സ് കോട്ടയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, സ്പോർട്സ് കോട്ട പോലെയൊക്കെ. അപ്പൊ അതുപോലെ നമ്മൾ കോട്ട അല്ലെ, അവിടെ ഇത്ര സാധനം, ഇപ്പൊ 2 കിലോയോ ഒരു സാധനം നമുക്ക് തരാവൂ എന്ന് പറഞ്ഞാൽ അത്രേ മാത്രമേ തരാൻ പാടുള്ളൂ. അപ്പൊ അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ കോട്ട എന്ന് പറയുന്നത് ഒരു നോൺ ടാരിഫ് ബാരിയർ ആണെന്നുള്ള കാര്യം ഓർക്കുക. അതും റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യ ഫേസ്ഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഇൻ 1991. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു വർഷത്തേക്കുള്ള ഒരു രാജ്യത്തിന്റെ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അങ്ങനെ എല്ലാ ട്രാൻസാക്ഷൻസ് അല്ലെ, എല്ലാ കണക്കുകളും ചേർത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സർപ്ലസ്, അതായത് നമ്മുടെ ഒരു രാജ്യത്തിന് ഉള്ളിലേക്ക് വരുന്നതും പുറത്തേക്ക് വരുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെ, ആ ഒരു വ്യത്യാസം കൂടി നിന്ന ഒരു ടൈമാണ് 1991 എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം പുറത്തേക്ക് പോവുകയും ഇന്ത്യയിലേക്ക് കൂടുതൽ ഇത് വരികയും ചെയ്തപ്പോൾ അവിടെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഒരു ഡെഫിസിറ്റ് ഉണ്ടായി. അപ്പൊ ആ ഒരു ഡെഫിസിറ്റിനെ കുറിച്ചിട്ടാണ്, അതിനെക്കുറിച്ച് പഠിച്ച് ഫർദർ ആണ് നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസി ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതും വളരെ റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ട്രൂ ഓർ ഫോൾസ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോസസ് ഓഫ് ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷൻ കൊണ്ടുണ്ടായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ്, ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. അപ്പൊ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൂടി എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും പലതരത്തിലുള്ള ഈ ഫോറിൻ ഇൻഫ്ലുവൻസ് കാരണം പല ഡെവലപ്മെന്റും ഉണ്ടാവുന്നു. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് അല്ലെ, ഇപ്പൊ ഇന്റർനെറ്റ് പോലത്തുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ പുതിയ സോഷ്യൽ മീഡിയ സംരംഭങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ആണ്. പിന്നെ മണി മാർക്കറ്റ് നേരത്തെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്നത് ഒരു ഗവൺമെന്റ് ആണ്. അപ്പൊ ആ ഒരു അവിടെ ഒരു ഡീറെഗുലേഷൻ, അതായത് ആ ഒരു കൺട്രോൾ കുറയുന്നതായിട്ട് നമുക്ക് കാണാം. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്ന, ഇപ്പൊ ജോഗ്രഫിക്കലി കൾച്ചറലി ഒക്കെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു മറ്റു രാജ്യമായിട്ട്. ഇപ്പോഴും വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ എങ്കിൽ പോലും അത് ഒരു പരിധി വരെ കുറവാണ് അല്ലെ. ഇപ്പൊ നമ്മള് എന്താണ് ഈ പറയുന്ന ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മളും അതുപോലത്തെ ഉള്ള ഷർട്ടുകള് അല്ലെങ്കിൽ ജീൻസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇനി അവരുടെ മൂവീസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് ബാരിയേഴ്സ് വെച്ചിരുന്നിടത്ത് നിന്ന് നമുക്കിപ്പം ബാരിയേഴ്സ് ഒക്കെ ഭയങ്കര കുറവാണെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് അല്ലെ, ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അഗ്രികൾച്ചറൽ സെക്ടർ അപ്പിയേഴ്സ് ടു ബി അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ബൈ ദ റിഫോം പ്രോസസ്, ഡു യു എഗ്രി, ഗീവ് റീസൺസ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്, തീർച്ചയായിട്ടും അഗ്രികൾച്ചർ സെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിഫോം പീരീഡിൽ നല്ലതായിട്ട് അത് അഫക്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അതായത് വളരെ മോശം സ്ഥിതിയിലേക്ക് അഗ്രികൾച്ചർ സെക്ടർ പോകുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിഫോം വന്നതിൽ പിന്നെ ഈ അഗ്രികൾച്ചർ സെക്ടറിന് വലിയ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോ ഗ്രോത്ത് റേറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നോർമൽ GDP ഒക്കെ കൂടുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് അഗ്രികൾച്ചർ സെക്ടറിന് വലിയ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന്
ഓർത്തിരിക്കുക. കാരണം ഈ അഗ്രികൾച്ചർ സെക്ടറിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നല്ല കുറവായിരുന്നു അല്ലെ. ഇപ്പം നമ്മള് പറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ് അഗ്രികൾച്ചർ സബ്സിഡി ഒക്കെ എടുത്തു കളഞ്ഞത്, ഫെർട്ടിലൈസർ സബ്സിഡി എടുത്തു കളഞ്ഞതൊക്കെ നാട്ടുകാരെ നല്ല രീതിക്ക് ഈ പറയുന്ന കൃഷിക്കാരെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ സ്മോൾ അതുപോലെ തന്നെ മാർജിനൽ ആയിട്ടുള്ള ഫാമേഴ്സിനെയൊക്കെ അത് നന്നായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ WTO അല്ലെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ചേർന്ന് നമ്മൾ ഒരുപാട് പോളിസികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ പല പോളിസികളും ഇന്ത്യൻ ഫാമേഴ്സിനെ വളരെ മോശമായിട്ട് അഫക്ട് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാം. ഇപ്പം നമ്മൾ അന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാഷ് ക്രോപ്സിലേക്ക് മാറി അല്ലെ. ആൾക്കാരെല്ലാം കൂടുതലും നാണ്യവിളകളിലേക്ക്, ഇപ്പൊ റബ്ബർ, കോഫി, ടീ പോലത്തുള്ള സാധനങ്ങളിലേക്ക് മാറിയപ്പോൾ ഈ പറയുന്ന നമ്മൾ കഴിക്കുന്ന നോർമൽ ഭക്ഷണങ്ങൾക്ക് വില കൂടുകയും അപ്പൊ ഇതും എന്ത് ചെയ്യേണ്ട അഗ്രികൾച്ചർ സെക്ടറിനെ വളരെ മോശമായിട്ട് ബാധിച്ചു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ അഗ്രികൾച്ചർ സെക്ടറിനെ ബാധിച്ചു, ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ബാധിച്ചു, സർവീസ് സെക്ടറിനെ ബാധിച്ചു എന്ന് പറഞ്ഞ പല മാർക്ക് ഡിസ്ട്രിബ്യൂഷനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അപ്പൊ നിങ്ങൾ അതെല്ലാം ശ്രദ്ധിച്ചു നോക്കി അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ന്യൂ എക്കണോമിക് പോളിസി ഓഫ് 1991 വാസ് ആൻ ഇന്നെവിറ്റബിൾ ഫിനോമിനൻ എന്ന് പറയുന്നു. ഡു യു എഗ്രി, ജസ്റ്റിഫൈ? അപ്പം തീർച്ചയായിട്ടും നമുക്ക് എഗ്രി ചെയ്യാവുന്ന ഒരു പോയിന്റ് ആണ്. ഇന്നെവിറ്റബിൾ ഫിനോമിനൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ വന്ന സമയത്ത്, ഇന്ത്യയുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് സമയത്ത് ഇന്ത്യ വാസ് എ മിക്സ്ഡ് ഇക്കോണമി, റൈറ്റ്? ഇപ്പൊ ഒരു മിക്സ്ഡ് ഇക്കോണമി ആയിരുന്നു. അതായത് മിക്കവാറും എല്ലാ കാര്യങ്ങളും നിയമങ്ങൾ വെച്ചിട്ടായിരുന്നു കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ പോകെയായപ്പോ ആൾക്കാർക്കെല്ലാം മനസ്സിലായി ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ രാജ്യത്തിന്റെ വളർച്ചയെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ 1991 ആയപ്പോഴത്തേക്കും അവർക്കെല്ലാം തൃപ്തിയായി അല്ലെ, കാരണം കിട്ടേണ്ടതെല്ലാം കിട്ടി, നമ്മുടെ ഇന്ത്യ ആകെപ്പാട് പൊട്ടിപ്പൊളിയാനായിട്ട് പോയി. അപ്പൊ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഈവൻ പുറത്തു നിന്ന് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യാനില്ലാതെ ഇന്ത്യ വട്ടം കറങ്ങിപ്പോയി. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഒക്കെ കുറഞ്ഞു, ഈവൻ ഒരു രാത്രികത്തേക്ക് പോലും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സാധനങ്ങളുടെ വിലയോ ഭയങ്കര കൂടുതലായിരുന്നു അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടെ ആയപ്പോഴാണ് ഈ പറയുന്നത് പോലെ ഈ ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ ആ ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ അത്രയും അനിവാര്യമായിട്ടുള്ള ഒരു പ്രതിഭാസമായിരുന്നു എന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. തീർച്ചയായിട്ടും ആണ്. കാരണം നമ്മൾക്ക് അന്ന് ഈ ന്യൂ എക്കണോമിക് പോളിസി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്ന് ചിലപ്പോൾ പിന്തിരിഞ്ഞു പോയേനെ. ഇപ്പം ഇൻഡിപെൻഡൻസിൽ നമുക്ക് വളർച്ചയല്ല ഉണ്ടാവുന്നത്, ചിലപ്പോൾ തളർച്ചയിലേക്ക് നമ്മൾ പോയേനെ, ബാക്കിലേക്ക് പിന്നെയും ബാക്ക്വേർഡ് ആയിട്ട് പോയേണ്ടി വന്നേനെ. അപ്പം ന്യൂ എക്കണോമിക് പോളിസിയാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയെ വളരെ സ്റ്റേബിൾ ആയിട്ട് പിടിച്ചു നിർത്തുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. WTO കുറിച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പല ക്വസ്റ്റ്യനുകളിൽ തന്നെ ഡിസ്കസ് ചെയ്തു. 1995 വന്നു. അതുപോലെ ഗാട്ട് അല്ലെ, ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫിന്റെ ഒരു പിൻഗാമിയായിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഗാട്ട് എന്ന് പറയുന്നത് 1948 23 രാജ്യങ്ങൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ പല രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡിനെ കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് WTO ഈ 1995 വന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ഗാട്ടിൽ ആദ്യം 1948 വരുമ്പോൾ 23 കൺട്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ട്രേഡിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് വേറെ നമുക്ക് എന്താണ് എക്സ്ട്രാ റൂൾസ് ഒന്നും നമുക്ക് ഇവിടെ ഇല്ല. കാരണം ഇവിടെ WTO തന്നെ എല്ലാത്തിനും റൂൾസ് അടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള പ്രൊഡക്ഷനും ട്രേഡ് സർവീസുകളും അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും ആൾക്കാർക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ WTO മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ റൂൾ ബേസ്ഡ് ആണെന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അതുപോലെ വേൾഡ് റിസോഴ്സസിന്റെ കൃത്യമായിട്ടുള്ള ഉപയോഗവും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇവര് ഗുഡ്സ് മാത്രമാണോ? അല്ല, സർവീസസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അല്ല, രണ്ട് രാജ്യങ്ങൾക്കിടയിലും കൂടുതൽ രാജ്യങ്ങൾക്കിടയിലും ട്രേഡ് നടത്താം. താരിഫ് ഒഴിവാക്കുക, അല്ലെങ്കിൽ നോൺ താരിഫ് ബാരിയേഴ്സിന് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ച കോട്ട എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കോട്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കോട്ട ഒക്കെ അതുപോലെ തന്നെ എല്ലാ മെമ്പർ കൺട്രീസിനും കൃത്യമായിട്ടുള്ള മാർക്കറ്റ് ആക്സസ് ഉറപ്പുവരുത്തുക, ഇതൊക്കെയാണ് നമ്മൾ WTO കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ WTO കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സുഖമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് ഇവിടെ നോക്കാം. ഇനി 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ തൊട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.